ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി പാത്രം കഴുകലാണ് നേരം വിളിച്ചാകുള്ളത്. കുറച്ച് അത്യാവശ്യം കുറച്ചുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് മൊത്തത്തിൽ വലിയ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിയായിട്ട് വിചാരിച്ചിട്ടോ കഷ്ണമായിട്ട് ഇരുന്നത്. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ വൃത്തിയായി കഴുകിയിട്ട് അടുക്കളത്തെ ഭാഗങ്ങളിൽ ഒരു സെക്ഷൻ കാണിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കഴുകാനുള്ളതിന് നമ്മൾ എടുത്ത് വയ്ക്കണം. ഓരോന്നും എടുത്തേക്ക് ഓരോ രീതികളുണ്ട് കേട്ടോ. ചെറുതിൽ വലുത് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കണം, ഫുള്ള് സെറ്റാക്കിയിട്ട്. ഇത് പിന്നെ ദോശയ്ക്ക് മാവരച്ചിട്ടുള്ള ബാക്കിയുള്ള ബാലൻസ് വെള്ളത്തിൽ ചോറും വരാതിരിക്കാം കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ വലിയ പ്ലേറ്റ് എടുത്ത് വെച്ചു. നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ നടന്ന് നീങ്ങാണ്. നമ്മുടെ ഇവിടെ എത്തിനാണ് നമ്മൾ കഴുകണത്. അത് നമ്മൾ വെള്ളം തളിച്ചിടണം, എല്ലാം ഇപ്പോഴും പറയണ പോലെ തന്നെ. ഞാൻ മുറ്റടിക്കാൻ കേട്ടോ. ഇവിടെ കുറച്ച് പുളി, നമ്മളെ പുളി കണ്ടോ, ഈ പുളി മരത്തിൻ്റെ ഇല നന്നായിട്ട് വീണിട്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കണ്ട്. സംഭവം അതിനായിട്ട് കുറച്ച് അടുത്ത് പരിപാടി ഉള്ളൂ. നമ്മളിതൊക്കെ മൊത്തത്തിലൊന്നും നമ്മൾ കാണിക്കുന്നില്ല, ചെറിയ ചെറിയ ഓരോ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ കണ്ടതന്നെ കണ്ട് നിങ്ങൾക്കൊരു മടുപ്പ് വരണ്ട. മനസ്സിലായോ? നമുക്ക് കട്ട് ചെയ്ത് ലാസ്റ്റ് എല്ലാം കഴുകിയിരുന്നത് കാണാൻ കഴിയുക. അതായിരിക്കും ഒന്നും കൂടി നല്ല തോന്നുന്നു. ഉറുമ്പ് അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാം കഴുകി കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഒരു പിടിച്ചിട്ടുണ്ടാവും, വെള്ളം വാർന്ന് വളത്. എന്നിട്ട് വേണം നമ്മൾ അടുക്കളയ്ക്ക് ഇത് കേട്ടോ. അല്ലെങ്കിൽ അടുക്കളയിൽ അത് രണ്ടാം പണി നമുക്ക് മനസ്സിലായോ? ഇനി വലിയൊരു പാത്രം പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കിയ പാത്രം, അത് നമ്മളിത് കുതിരാനായിട്ട് ഇടണം. ആദ്യം വെള്ളം ഒഴിക്കും. നോക്കിയാ എടുത്തോ. അവിടെ വെച്ചിട്ടാ കേട്ടോ. ആ ഉറുമ്പുപൊടി ഇല്ലേ അമ്മ, ഉറുമ്പുപൊടി ഇവിടെ ഒക്കെ എന്തേലും അമ്മേ. അവിടെ നട്ടാ ഞാൻ എടുത്തോളാം.
ചെരുപ്പിട്ടിട്ട് ഉറുമ്പ് പറഞ്ഞ ചെരുപ്പാനിട്ടാ